നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വളരെ സന്തോഷമല്ലേ, അത് ഇപ്പോഴെങ്കിലും അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ, ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. പ്രചരണത്തിനിടെ പരസ്പരം വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വികസന കാര്യത്തിൽ സംവാദമാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി. വികസനം മാത്രമാകരുതെന്നും എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ടാകണമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്തെത്താമെന്ന് വി.ഡി. സതീശൻ. യു.ഡി.എഫ് ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി. മോദിയും പിണറായിയും കൂട്ടുകച്ചവടം നടത്തുകയാണെന്ന് പുതുപ്പള്ളിയിലെ റാലിയിൽ രാഹുൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് കർഷകർക്ക് വാഗ്ദാനം. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നും രാഹുൽ. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനം പാടി പത്തനംതിട്ടയിലെ പ്രചരണം. It's very interesting because from this line you can understand the truth of the election in Kerala. ഡീൽ വിവാദം മുറുകുമ്പോഴും SDPI വോട്ട് വേണ്ടെന്ന നിലപാട് തുറന്നു പറയാതെ CPM. നിയമത്ത് BJP ജയിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതെന്തിന് തടയണമെന്ന് MA ബേബി. SDPI വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് തോമസ് ഐസക്. മതതീവ്രവാദത്തിന്റെ വോട്ട് വേണ്ട എന്ന് ബിനോയ് വിശ്വം. വിദേശ സഹായം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുന്ന FCRA ബില്ല് പാസാക്കിയതിൽ ആശങ്കയുമായി ക്രൈസ്തവ സഭകൾ. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ഓർത്തഡോക്സ് സഭ. നിയമം ബാധിക്കുക ക്രൈസ്തവരെയെന്ന തൃശൂർ അതിരൂപത. ഭേദഗതിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. ബില്ല് പാസാക്കിയത് ഗൂഢലക്ഷ്യങ്ങളോടെയെന്ന് കോൺഗ്രസ്. FCRA ഭേദഗതി ന്യൂനപക്ഷ വേട്ടയല്ല എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ ബാങ്ക് രേഖകൾ പുറത്തുവിട്ട വി. കുഞ്ഞികൃഷ്ണൻ. പുറത്തുവിട്ടത് 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി സ്വന്തം പേരിലാക്കിയതിന്റെ രേഖകൾ. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും കുഞ്ഞികൃഷ്ണൻ. IPL ഇന്ന് രാജസ്ഥാൻ ചെന്നൈ മത്സരം. രാജസ്ഥാൻ വിട്ടെത്തിയ സഞ്ജുവിന് ഇന്ന് അരങ്ങേറ്റം. മത്സരം രാത്രി 7:30 മുതൽ. മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് സംവാദത്തിനെത്തും. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം SDPI പിന്തുണ വേണ്ട എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. പിന്നെ നിയമസഭ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നന്നായി ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. നിങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ മതേതരത്വം മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറ. പാർലമെൻറ്റ് ഇലക്ഷന് പിന്തുണ നൽകിയപ്പോൾ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണിയാണ് UDF. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് നമുക്ക് നോക്കാം. പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വികസന കാര്യങ്ങളിൽ സംവാദത്തിന് തയ്യാറാണോ എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകി. സംവാദത്തിന് തയ്യാറാണെന്നും എന്നാൽ വികസനം മാത്രം വിഷയമാകരുതെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് വ്യക്തമാക്കി. വി.ഡി. സതീശന്റെ വെല്ലുവിളിയിൽ സന്തോഷമുണ്ടെന്നും അതിന് അനുയോജ്യമായ വേദി നിയമസഭയായിരുന്നു എന്നും എന്നാൽ സഭാതലത്തിൽ പറഞ്ഞാൽ കൃത്യമായ മറുപടി കിട്ടുമെന്ന ഭയത്താൽ പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നു എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വളരെ സന്തോഷമല്ലേ, അത് ഇപ്പോഴെങ്കിലും അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ, ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ
ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം, ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയില്ല. ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ചയുണ്ട്. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഒരു ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയുക. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. ഇനി ഇത് മാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരുമല്ലോ. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണമല്ലോ. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവുമല്ലോ. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുന്നുള്ള പറഞ്ഞില്ല, നല്ലതുപോലെ ഗവൺമെൻറ്റിനെതിരെ പറയാൻ എന്താ ചെയ്ത് പലതും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞാൽ നേരെ ചൊവ്വേ മറുപടി കിട്ടുകയില്ല. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നില. ഇപ്പോൾ കേരളത്തിൽ എല്ലാ ദിവസവും കേരളത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിൻ്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു പോകുന്നത്. CPM-യുമായുള്ള ഡീൽ വിവാദം മുറുകുമ്പോഴും SDPI വോട്ട് വേണ്ട എന്ന നിലപാട് തുറന്നു പറയാതെ CPM. നേമത്ത് BJP ജയിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അത് എന്തിന് തടയണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ചോദിക്കുന്നു. SDPI വോട്ട് സ്വീകരിക്കാമെന്ന CPM ജനറൽ സെക്രട്ടറിയുടെ പരോക്ഷ മറുപടിയോടെ ഡീൽ വിവാദം വരും ദിവസങ്ങളിൽ UDF പ്രചരണായുധമാക്കും. ഞായറാഴ്ച തിരൂരിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെയാണ് SDPI വോട്ട് വേണ്ട എന്ന് പറയാമോ എന്ന ചോദ്യമുയർന്നത്. അതേസമയം മുഖ്യമന്ത്രി വോട്ട് വേണ്ട എന്ന് പറയാതിരുന്നതിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ SDPI ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയോട് ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചത്. UDF അഭ്യർത്ഥന മാനിച്ചല്ലേ കാസർഗോഡ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്ന് ഉത്തരം പറഞ്ഞ MA ബേബി SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായതുമില്ല. കാസർഗോട്ടിലെ ഒരു മണ്ഡലത്തിലെ UDFന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു എന്നാണ് SDPI പറഞ്ഞത്. അപ്പോൾ ആദ്യം UDFI വിശദീകരിക്കട്ടെ. ഓരോരുത്തർ അവരുടെ സ്വന്തമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ തീരുമാനിക്കുന്നത് അവരുടെ വിഷയമാണ്. അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ പോയിട്ട് അവർ വോട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുമോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പം അത്തരം എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കരുത്. SDPI മത്സരിക്കാത്ത 103 സീറ്റുകളിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കാത്ത SDPI നേമത്ത് CPM സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു. ഇതിനെ CPM ജനറൽ സെക്രട്ടറിയും പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നു. BJPയും RSSും അവിടെ ജയിക്കാതിരിക്കണം എന്ന താല്പര്യത്തോടുകൂടി ആരെല്ലാം ശ്രമിക്കുന്നുവോ ആ ശ്രമങ്ങളെല്ലാം നേമം അസംബ്ലി മണ്ഡലത്തിന്റെ സാഹചര്യത്തിൽ സ്വാഗതാർഹമാണ്. കഴിഞ്ഞ തവണയും SDPI നേമത്ത് V ശിവൻകുട്ടിക്കാണ് പിന്തുണ നൽകിയത്. സ്വാധീനമുള്ള പ്രതിഭാസമല്ല വെൽഫെയർ പാർട്ടിയെന്നും RSSനെയും വെൽഫെയർ പാർട്ടിയെയും സമീകരിക്കാനാവില്ലെന്നും മറ്റൊരു ചോദ്യത്തിനുത്തരമായി MA ബേബി പറഞ്ഞു. വെൽഫെയർ പാർട്ടി എന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ വലിയ സ്വാധീനവും ശക്തിയുള്ള ഒരു പ്രതിഭാസമല്ല ഈ വെൽഫെയർ പാർട്ടി. പക്ഷെ 10 മിനിറ്റ് RSSന്റെ ഫാസത്തെക്കുറിച്ച് പറയുമ്പം 10 മിനിറ്റ് തന്നെ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറയണമെന്ന് ചില കരുതുന്നുണ്ട്. അത് ശരിയല്ല. അതിനെ സമീകരിക്കാൻ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ ഒരിക്കലും CPIM തയ്യാറല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിലും UDFനെയാണ് SDPI പിന്തുണച്ചത്. അതേസമയം SDPI വോട്ട് വേണ്ടെന്ന VD സതീശന്റെ നിലപാടാണ് സംഘടനയുടെ ചുവടുമാറ്റത്തിന് പിന്നിൽ. മത്സരിക്കുന്ന 36 സീറ്റുകളിലും SDPI കത്രിക ചിഹ്നത്തിലാണെങ്കിൽ മലപ്പുറത്തെ 3 LDF സ്വതന്ത്രരുടെ ചിഹ്നവും കത്രികയാണ്.
ഈ യാദൃശ്ചികതയും UDF LDFനെതിരെ പ്രചരണായുധമാക്കുന്നു. വരും ദിവസങ്ങളിൽ CPM ഡീൽ ചർച്ചയായി തന്നെ നിലനിർത്താനാകും UDF ക്യാമ്പിന്റെ ശ്രമം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ആര് വോട്ട് ചെയ്താലും ചാപ്പകുത്തി മാറ്റി നിർത്തില്ലെന്നും SDPI വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. എല്ലാ വർഗീയ ശക്തികൾക്കും എതിരാണ് LDF. വോട്ടിന് വേണ്ടി വ്യത്യസ്ത കാഴ്ചപ്പാട് LDFനില്ല. SDPI വോട്ട് ചെയ്യുന്നത് വികസനത്തിനായിരിക്കും. വികസനത്തിനും മതനിരപേക്ഷതയ്ക്കും പിന്തുണയ്ക്കുന്ന ഏത് സംഘടനയുടെയും വോട്ട് വാങ്ങുമെന്നും തോമസ് ഐസക് പറഞ്ഞു. പാർട്ടി പോലെ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളുമായിട്ട് അവിശുദ്ധ പരസ്യ ബന്ധത്തിലാണ്. SDPയുമായിട്ട് മഞ്ചേശ്വരത്ത് UDF ആണ് ചർച്ചയ്ക്ക് പോയത്. നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവാങ്ങണം, നിങ്ങൾ തനിച്ച് വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞ് ധാരണയിൽ എത്തിയത് UDF ആണ്. ഞങ്ങൾ അതിനുള്ള ചർച്ചയ്ക്കില്ല. പക്ഷേ ഞങ്ങളുടെ നിലപാടിന് ആര് പിന്തുണച്ചാലും മതനിരപേക്ഷത, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കും. അതോടൊപ്പം കേരളത്തിലെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ആര് പിന്തുണച്ചാലും ആ വോട്ട് എന്തുവേണ്ടെന്ന് ഞങ്ങളെന്തിനു പറയണം? അതെ, ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും വെള്ളം ചേർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ UDF പ്രവർത്തകരുടെ ആവേശമുയർത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സ്വർണം കട്ടവൻ ആരപ്പ എന്ന പാരഡി വരികൾ ചോദിച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ പ്രസംഗം അദ്ദേഹം ആരംഭിച്ചത്. BJP LDF അവിശുദ്ധ കൂട്ടുകെട്ടിനെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒത്തുകളിക്കുകയാണെന്നും ആരോപിച്ചു. Swarnam Katatu Arappa. Swarnam Katatu Arappa. It's very interesting because from this line you can understand the truth of the election in Kerala. ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാകുമെന്നും അയ്യപ്പന്റെ സ്വർണം കവർന്ന് അവിടെ ചെമ്പ് കൊണ്ട് വെച്ചവരാണ് LDF നേതാക്കളെന്നും രാഹുൽ ആരോപിച്ചു. ഹൈന്ദവ വിശ്വാസങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മൗനം പാലിക്കുന്നത് CPMനെ രക്ഷിക്കാനാണെന്നും സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതിലൂടെ മോദിയുടെ താല്പര്യം ക്ഷേത്രങ്ങളല്ല മറിച്ച് ഇടത് മുന്നണിയുടെ നിലനിൽപ്പാണെന്നും കൂട്ടിച്ചേർത്തു. UDF അധികാരത്തിൽ വന്നാൽ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുമെന്നും കള്ളന്മാരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരുമെന്നും രാഹുൽ ഉറപ്പു നൽകി. Steal from one of Kerala's biggest temples. When they steal the gold and replace it with brass, when they insult the temple, when nothing is done to the people who steal the gold, Narendra Modi keeps quiet. That he can control the LDF government because of corruption. BJPക്ക് കേരളത്തിൽ UDF വരുന്നത് തടയണം. കാരണം കോൺഗ്രസിനെയാണ് അവർ ഭയപ്പെടുന്നത്. CPMന് ദേശീയ തലത്തിൽ BJPയെ വെല്ലുവിളിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങിയതുപോലെ സാമ്പത്തിക അഴിമതികൾ ചൂണ്ടിക്കാട്ടി മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുകയാണ്. രാജ്യത്തെ അദാനിക്കും അംബാനിക്കും വിറ്റതുപോലെ കേരളത്തെയും ഈ കൂട്ടുകെട്ട് തകർക്കുകയാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. There are no interrogations of your chief minister taking place. There are no interrogations of his family members taking place. There is no pressure or attack on the chief minister of Kerala because both the LDF and the BJP are in partnership. There is the LDF which is being helped by the hidden hand of the BJP. 10 വർഷത്തെ ഭരണത്തിലൂടെ കേരളത്തെ തകർച്ചയിലേക്ക് നയിച്ച LDFന് ഇപ്പോൾ ഇടതുപക്ഷ സ്വഭാവമില്ല. അവർ കുത്തകകളെ സഹായിക്കുന്ന BJP നയമാണ് സ്വീകരിക്കുന്നത്. റബ്ബർ കർഷകരുടെ കണ്ണീർ കാണാത്ത സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും UDFന്റെ ഗ്യാരണ്ടികൾ കേരളത്തെ വീണ്ടെടുക്കുമെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചത്. പത്തനംതിട്ടയിലും അടൂരിലും ആവേശോജ്വലമായ സ്വീകരണമാണ് UDF പ്രവർത്തകർ രാഹുലിന് ഒരുക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. FCRA ഭേദഗതി ക്രൈസ്തവ സഭകളെ ആശങ്കയിലാഴ്ത്തുന്നത് എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സേവനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ ഭേദഗതി. ഓർത്തഡോക്സ് സഭയുടെ 3 FCRA അക്കൗണ്ടുകൾ 2 വർഷമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന് വ്യക്തമായ കാരണം സർക്കാർ പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം ഏറ്റെടുക്കാനുള്ളതായിരിക്കുന്ന നിയമമുണ്ടാകുന്നു എന്ന് പറയുന്നത് സഭകൾ
ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹിക സേവനങ്ങളെയും വളരെ ആശങ്കയിലാർത്തുന്നു. മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാവും. FCRA ബിൽ ക്രൈസ്തവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. ബില്ല് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സന്നദ്ധ സംഘടനകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. FCRA വഴി പണം കിട്ടിയ സ്ഥാപനങ്ങളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നിയമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന FCRA ബില്ല് അത് ക്രൈസ്തവർക്ക് ഒരുപാട് ആശങ്കകൾ വരുത്തുന്നതാണെന്നാണ് വിദഗ്ധരത് പഠിച്ചവർ പറഞ്ഞത്. പിന്നെ അത് CBCI തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ആശങ്ക മുൻ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിലും കേന്ദ്രത്തിലെ സാഹചര്യത്തിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെയാണ് വന്നത്. ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളാണ് വലിയ ആഴ്ച, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഈ ദിവസങ്ങളൊക്കെ. ആ ദിവസങ്ങളിൽ പരീക്ഷ ദിനങ്ങളാക്കി വച്ചിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ മതേതര രാഷ്ട്രത്തിലെ ഒരു ന്യൂനപക്ഷത്തോടുള്ള, ക്രൈസ്തവരോടുള്ള ന്യൂനപക്ഷത്തോടുള്ള ഒരു തരത്തിൽ വേദനയും അവഹേളനം പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. ഗൂഢലക്ഷ്യങ്ങളോടെയാണ് FCRA ബില്ല് പാസാക്കിയതെന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമാക്കിയാണ് ഭേദഗതി കൊണ്ടുവരുന്നതെങ്കിലും മറ്റെല്ലാ വിഭാഗങ്ങളിലേക്കും ഇത് നീളും. ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. ഇത് സന്നദ്ധ സേവനം നടത്തുന്ന ഒരുപാട് സംഘടനകളെ, നിഷ്പക്ഷമായി നീതിപൂർവമായി ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റിനുള്ള ബില്ലാണ്. അതുകൊണ്ട് ഈ ബില്ല് ഒരു നിമിഷം വൈകാതെ പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് നടക്കുന്ന സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അവിടെ അഡ്മിനിസ്ട്രേറ്ററേയും ഒക്കെ വെച്ചിട്ട് അത് നിയന്ത്രിക്കാനുള്ള നയന്ത്രണ പ്രവർത്തനം നിയന്ത്രിക്കാൻ ഏതുദ്ദേശം വെച്ചിട്ടാണ്? അപ്പോൾ ഈ സംഭവത്തിൽ മാത്രമാണോ ഈ പ്രശ്നം? വ്യക്തമായിട്ടുള്ള ദുരുപദേശം അല്ല, കൂടുതൽ വ്യക്തമാണ്. അതിനകത്ത് അഴിവാശി ചെയ്തിട്ട് കാര്യമില്ല. ഇത് ഇപ്പം മുസ്ലിങ്ങളുടെ സ്വത്തിൽ കണ്ടുവച്ചിട്ടാണ് ഈ നടപടി. ഇത് അവിടെ വെക്കില്ല. ഇത് ക്രൈസ്തവരിലേക്ക് പോകും, ഇത് സിഖുകാരിലേക്ക് പോകും, ഇത് ജൈനന്മാരിലേക്ക് പോകും, ഇത് പാവപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നേരെയും പോകും എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് ഈ ബില്ല്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. FCRA ഭേദഗതി ന്യൂനപക്ഷ വേട്ടയല്ല എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദേശ സഹായം സ്വീകരിക്കുന്നതിനായി 16,000-ഓളം അപേക്ഷകളിൽ 3,000 എണ്ണം മാത്രമാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളത്. ലൈസൻസ് റദ്ദാക്കുന്ന സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ ഏറ്റെടുത്താൽ അവ നവീകരിച്ച് നടത്തിപ്പിന് സന്നദ്ധതയുള്ളവരെ ഏൽപ്പിക്കും. നിയമപ്രകാരമുള്ള നടപടികളിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 6,000 പേരാണ് ഒരു വർഷം ഇത് അപേക്ഷിക്കുന്നത്. അതിലേതാണ്ട് 3,000 അപേക്ഷകളാണ് ന്യൂനപക്ഷത്തിൻ്റെ ഉള്ളത്, ബാക്കിയുള്ളത് അല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ന്യൂനപക്ഷത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു നിയമം വരുന്നത്? എല്ലാവർക്കും കൂടെയുള്ള നിയമമാണ്. ഇത് ചോദ്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് അപ്പീലിന് പോകാം, ഇതിൻ്റെ അകത്ത് ക്ലാരിറ്റി വരുത്താം. ഇനി ഏതെങ്കിലും ഇത് അനാഥമായിട്ട് കിടപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനം അനാഥമായിപ്പോയി ആരുമില്ല എങ്കിൽ ഈ അതോറിറ്റി ഏറ്റെടുത്തിട്ട് അതിൻ്റെ പുനരുത്ഥാനം നടക്കും. അതിന് FCRA അവർ തന്നെ എടുക്കും, ഈ അതോറിറ്റി തന്നെ എടുക്കും. നേരത്തെ ചിന്തിക്കാൻ മേല അല്ലല്ല. എന്നിട്ട് അത് നവീകരിച്ചതിന് ശേഷം അത് നടത്താൻ ആരെങ്കിലും തയ്യാറായിട്ട് വരികയാണെങ്കിൽ അതിനവർ രേഖയൊക്കെ കാണിക്കണം. കാരണം ഇവരുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന അവർക്ക് കൊടുക്കും. അത് ഈ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ അത് അവർക്ക് കൊടുക്കും. മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും ഏറ്റെടുക്കാൻ പറ്റില്ല. അത് നവീകരിച്ചതിന് ശേഷം, പുനരുദ്ധരിച്ചതിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കും. ഇതിൻ്റെ അതാ ഞാൻ പറഞ്ഞത്, ആരാധനാലയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ എടുത്തിട്ട് ചിലർ പോകുമല്ലോ. അങ്ങനെയുള്ളതാണെങ്കിൽ ഏറ്റെടുത്തിട്ട് അത് പുനരുദ്ധീകരിച്ചിട്ട് അത് അതിൻ്റെ അവകാശികൾ വന്നാൽ അവർക്ക് വിട്ടുകൊടുക്കും. ഇത് ഈ അതോറിറ്റി, ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഈ FCRA അപേക്ഷിക്കാൻ ഇന്ത്യയിൽ ഒരിക്കലും ഇല്ലാത്തതാണ്. അത് ഇതിനു വേണ്ടി ഉപയോഗിക്കാം.
പള്ളികളിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ഓർത്തഡോക്സ് സഭ. പീഠാനുഭവ വാരത്തിൽ പ്രശ്നബാധിത മേഖലകളിലെ പള്ളികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് സഭ DGPക്ക് പരാതി നൽകി. മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനാണ് DGPക്ക് നേരിട്ട് പരാതി നൽകിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ച് സഭയുടെ പള്ളികളിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നോമ്പുകാലത്ത് പാത്രിയാർക്കീസ് പക്ഷം ആസൂത്രിതമായി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ ബാങ്ക് രേഖകൾ പുറത്തുവിട്ട് വി കുഞ്ഞികൃഷ്ണൻ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി സ്വന്തം പേരിലാക്കി പണം ഭവന നിർമ്മാണത്തിന് ചെലവഴിച്ചുവെന്ന കള്ളരേഖയുണ്ടാക്കി CPM പ്രതിരോധത്തെ പൊളിക്കുന്ന രേഖകളാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടത്. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, പയ്യന്നൂരിലെന്നല്ല കേരളമൊട്ടാകെ തെരഞ്ഞെടുപ്പ് അത് ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കൂടുതൽ രേഖകൾ, രക്തസാക്ഷി ഫണ്ടിന്റെ കൂടുതൽ രേഖകൾ പുറത്തുവിടുമ്പോൾ അത് പാർട്ടിയെ ചെറുതായൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ശ്രീജ, തീർച്ചയായും പാർട്ടിയെ വളരെയേറെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് ഈ പുതിയ തെളിവുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ രേഖയാണ് ഈ കുഞ്ഞികൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ സംസാരിക്കട്ടെ എന്ന മുഖവരിയോടെയാണ് ഇത്തരത്തിൽ ബാങ്ക് ഇടപാടിന്റെയും ധനരാജിന്റെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ വരവ് ചെലവ് കണക്ക് ഉൾപ്പെടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിലെ രക്തസാക്ഷി ഫണ്ട് അക്കൗണ്ടിൽ നിന്നും 2018 ജൂലൈ 9 ഏരിയ സെക്രട്ടറി ആയിരുന്ന KP മധുവിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം കൈമാറിയത്. ഈ 5 ലക്ഷം രൂപ ധനരാജിന്റെ വീടിന്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങളും ഈ പോസ്റ്ററിലുണ്ട്. എന്തായാലും ജൂലൈ 9 തന്നെയാണ് ഈ പണം വീട് നിർമ്മാണത്തിന് നൽകിയെന്നാണ് പാർട്ടി കണക്കിൽ പറയുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിനായി പിരിച്ച തുകയിൽ വെട്ടിപ്പ് നടത്തിയതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവുകൾ വേണമെന്നും ഈ പോസ്റ്റിൽ കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. ഈ തെളിവുകൾ പയ്യന്നൂരിലെ ജനങ്ങൾ മനസ്സിലാക്കും. അഴിമതിക്കാർ ആരൊക്കെയാണ് എന്ന് ജനം വിലയിരുത്തുമെന്നാണ് ഈ FB പോസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ CPM-നെ വിടാൻ ഉദ്ദേശമില്ല. PA മധുസൂദനെയും ഇത്തരത്തിൽ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന മധുവിനെയും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ തെളിവുകൾ കൂടുതൽ പുറത്തുവിടുമെന്നും ഈ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ പാർട്ടിയിൽ ബോധിപ്പിച്ച കണക്കുകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് ഇത്തരത്തിൽ സ്ഥാപിക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കുഞ്ഞികൃഷ്ണന്റെ കണക്കുകൾ വ്യക്തിപരമാണ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു. CPM അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിൽ ആരോപിച്ചത്. പക്ഷേ ഇത് വ്യക്തിപരമായ കാര്യമല്ല, മറിച്ച് വലിയ രീതിയിലുള്ള അഴിമതി ഇതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ മാത്രമല്ല, ഇതിൽ വലിയ രീതിയിൽ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ തെളിവുകൾ ഉൾപ്പെടെ പൊതുജനത്തിന്റെ മുൻപിൽ വെക്കാൻ തയ്യാറെടുക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇതിനൊക്കെ CPM കൃത്യമായ മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീജ, തീർച്ചയായും ജോസഫ്, പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ ബാങ്ക് രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പാർട്ടിയെ വല്ലാതെ തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നീക്കുപോക്കുകൾ എന്തെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കർണാടകയിലെ ക്രഷർ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം തട്ടിയെടുത്തുന്ന കേസിൽ തെളിവില്ല എന്ന EDയുടെ റിപ്പോർട്ട് ആശ്വാസകരമെന്ന് PV അൻവർ. നിരവധി കള്ളക്കേസുകൾ ഇത്തരത്തിലുണ്ട്. വികസനം പറഞ്ഞപ്പോൾ കേസുകൾ ഉയർത്തി പ്രചരണ രംഗത്ത് തന്നെ വ്യക്തിഹത്യ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അന്നെടുത്ത EDക്ക് കൊടുത്ത പരാതി അവരന്വേഷണത്തിലായിരുന്നു. പലതവണ എന്നെ വിളിപ്പിച്ചു, മൊഴിയെടുത്തു. എന്തായിരുന്നാലും സത്യം ഇങ്ങനെ ഓരോന്നോരോന്ന് തെളിഞ്ഞു വരികയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തിയെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഒതുക്കുക എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു പകപോക്കൽ രീതി, അത് അവസാനം ഇതിലൊക്കെ നീതി ലഭിക്കും, ഈ പോരാട്ടത്തിൽ ഞാൻ ജയിക്കുമെന്ന് ഞാൻ പറയുന്നത് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇത്തരത്തിലുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എല്ലാം കള്ളക്കേസുകളാണ്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം കേസ് ആർക്കും കൊടുക്കാം. ആ കേസ് കൊടുത്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ട എന്റെ ബാധ്യത. ബീഹാർ രാഷ്ട്രീയത്തിൽ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്റെ നിയമസഭാ കൗൺസിൽ അംഗത്വം ഔദ്യോഗികമായി രാജിവെച്ചു. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജി. ഇനി ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു BJP-കാരൻ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. BJPയുടെ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൌധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നിതീഷിന് പകരക്കാരനായി മകൻ നിഷാന്ത് JDU-വിനെ നയിക്കുമെന്നാണ് സൂചന. ധാരണയനുസരിച്ച് നിഷാന്തിന് ഉപമുഖ്യമന്ത്രി പദവും JDU-വിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും ലഭിച്ചേക്കും. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ BJP പ്രസിഡന്റ് നിതിൻ നബിനും ബീഹാർ നിയമസഭാ കൗൺസിൽ അംഗത്വം രാജിവെച്ചിരുന്നു. ഇടുക്കിയിൽ ഭിന്നശേഷിക്കാരനായ പാർട്ടി പ്രവർത്തകനെ DCC പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തു. കുമളിയിൽ ശശി തരൂറിന്റെ പരിപാടിക്കിടയിലാണ് സംഭവം. തരൂറിനൊപ്പം സെൽഫി എടുക്കാൻ വന്ന ഭിന്നശേഷിക്കാരനായ പാർട്ടി പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയും തള്ളിമാറ്റുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്ക് നേരെ DCC പ്രസിഡന്റ് ദേഷ്യപ്പെടുകയും ചെയ്തു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ആണ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത്. വണ്ടിപ്പെരിയാർ മുൻ മണ്ഡലം പ്രസിഡന്റിന് നേരെയായിരുന്നു കയ്യേറ്റം. അമേരിക്കൻ ഡോളറിനെതിരെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി ഇന്ത്യൻ രൂപ. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് രൂപയുടെ ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്ക് 95 കടന്നത്. ഒരു ഘട്ടത്തിൽ 95 രൂപ 20 പൈസയിലേക്ക് തകർന്ന ശേഷം വൈകുന്നേരത്തോടെ 94 രൂപ 58 പൈസയിലേക്ക് തിരിച്ചുവരവ് നടത്തി. നാളുകളായി രൂപ നേരിടുന്ന കനത്ത സമ്മർദ്ദത്തിന്റെ നേർസാക്ഷ്യമാണ് രൂപ നേരിടുന്ന വെല്ലുവിളി. കരിക്കകത്തമ്മയ്ക്ക് ആത്മസമർപ്പണത്തിന്റെ പൊങ്കാലയർപ്പിച്ച ഭക്തജനങ്ങൾ. രാവിലെ 10 മണിയോടെ ആരംഭിച്ച പൊങ്കാല ചടങ്ങുകൾ 2:15 തർപ്പണത്തോടെയാണ് പൂർത്തിയായത്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങളെത്തി. 10 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂരില്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാരയടുപ്പിനെ ജ്വലിപ്പിച്ചു. ആ അഗ്നി ക്ഷേത്രത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുക്കിയിരുന്ന ഭക്തരുടെ അടുപ്പുകളെ കൂടി ജ്വലിപ്പിച്ചതോടെ പാർവതി പുത്തനാറും പരിസരവും ഒരു യാഗശാലയായി മാറി. അല്പസമയത്തിനകം ഭക്തരുടെ ആത്മസമർപ്പണത്തിന്റെ പൊങ്കാല തിളച്ചു തൂകി. 2 മണിയോടുകൂടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവിയുടെ ഉടവാൾ പണ്ടാരയടുപ്പിനടുത്തേക്ക് എത്തിച്ചു. പിന്നീട് തർപ്പണ ചടങ്ങുകൾ. പിന്നാലെ ഭക്തരുടെ പൊങ്കാല നിവേദിച്ചു. തങ്ങളുടെ ആത്മസമർപ്പണം ദേവി സന്തോഷത്തോടെ സ്വീകരിച്ച സംതൃപ്തിയോടെ ഭക്തർ മടങ്ങി. ഇനി അടുത്ത വർഷത്തിനായുള്ള കാത്തിരിപ്പാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.